എന്തു പണിയാ വർഗിച്ച? ഞാനൊരു കുരിശുണ്ടാക്കാൻ നോക്കുകയാണ്. കുരിശോ? എന്തിന്? ദുഃഖവെള്ളി അടുത്തു വരികയല്ലേ, ഒരു വലിയ മരക്കുരിശുമായി പോകാൻ ആഗ്രഹിക്കുന്നു. കുരിശിന്റെ വഴി നടത്തുന്നതിന് ഈ വലിയ മരക്കുരിശ് എന്തിനാ? എന്താ തോമാച്ച, ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയില്ലേ? എന്താണ്? വലിയ കുരിശ് ചുമക്കൽ ഇപ്പോൾ ഒരു ട്രെൻഡ് അല്ലേ? പിന്നെ മലയാറ്റൂർ ചെന്ന് നോക്ക്, ഇടവകകൾ മത്സര ബുദ്ധിയോട് കൂടിയല്ലേ വലിയ കുരിശുണ്ടാക്കി പോകുന്നത്. ഓ, അപ്പോൾ ഒരു കുരിശു ചുമക്കൽ മത്സരത്തിനുള്ള തയ്യാറെടുപ്പാണല്ലേ? അതെന്നെ അങ്ങനെ പറയുന്നത്. കുരിശിന്റെ വഴി നടത്തുന്നത് വളരെ നല്ലതല്ലേ? കുരിശിന്റെ വഴി നടത്തുന്നത് നല്ലത് തന്നെ. പക്ഷേ മത്സര ബുദ്ധിയോടെ വലിയ വലിയ കുരിശുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ കോപ്രായങ്ങൾ കാണിക്കുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വലിയ വലിയ കുരിശ് കഷ്ടപ്പെട്ട് ചുമക്കുമ്പോൾ കർത്താവ് കൂടുതൽ സന്തോഷിക്കില്ലേ? ഇല്ല, നമ്മുടെ കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്നവനല്ല കർത്താവ്. നമ്മുടെ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റെടുത്തവനാണ്. വലിയ കുരിശ് ചുമന്നാൽ കൂടുതൽ കൃപ കിട്ടുകയില്ലേ? അതൊരു പാപ പരിഹാര പ്രവൃത്തിയല്ലേ? അല്ല, സത്യത്തിൽ എന്താണ് കുരിശിന്റെ വഴി, അത് എന്തിന് നടത്തുന്നു എന്നത് അറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതെന്താ ഇത്ര അറിയാൻ? കർത്താവിന്റെ പീഡാസഹനങ്ങളും കുരിശുമരണവും അനുസ്മരിക്കുന്നതല്ലേ കുരിശിന്റെ വഴി? അതുമാത്രമല്ല, അതിലും വളരെ മുഖ്യമായ വേറെ ചില സത്യങ്ങൾ കൂടിയുണ്ട്. ഓ, അതെന്താണ്? ഈ കുരിശിന്റെ വഴി ഓരോ ക്രൈസ്തവന്റെയും ജീവിത വഴിയാണ് എന്ന സത്യം അറിയാമോ? ഇല്ല, അറിയില്ല. അതായത് തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്റെ കുരിശും എടുത്ത് തന്റെ പിന്നാലെ വരട്ടെ എന്ന് ആഹ്വാനം ചെയ്ത ഈശോ ഈ കുരിശും എടുത്ത് പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് തന്റെ കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. ഓ, അങ്ങനെയോ? കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ആ, ഉണ്ട്. ഈ 14 സ്ഥലങ്ങളിൽ ഏതെങ്കിലും 2-3 സ്ഥലങ്ങൾ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഈ കുരിശിന്റെ വഴി നമ്മെ പഠിപ്പിക്കുന്നു. ഓ, അങ്ങനെയാണോ? അതെ, ഇതാണ് കുരിശിന്റെ വഴി നടത്തുന്നതിലൂടെ തിരുസഭ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ? അതെ, എന്നാൽ നിർഭാഗ്യവശാൽ ഈ സത്യം മനസ്സിലാക്കാതെ കുരിശിന്റെ വഴി വെറും ഒരു ആചാരമനുഷ്ഠാനമായി നാം കാണുന്നു. അതെ. പിന്നെ കുരിശിന്റെ വഴിയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, നാം മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു കുരിശായി മാറരുത് എന്നാണ്. അത് ശരിയാ. കുരിശിന്റെ വഴി നടത്തുന്നതും കുരിശ് ചുമക്കുന്നതും പേരിനും പ്രശസ്തിയാകരുത്. മറിച്ച് നമ്മുടെ പെരുമാറ്റ ദോഷങ്ങൾ ആയിരിക്കണം. ഓ, ഇതൊരു നല്ലൊരു അറിവാണല്ലോ. നമ്മുടെ ദുഃഖങ്ങളും മറ്റും മനസ്സിലാക്കി നമുക്ക് കഴിയും വിധം അവരെ സഹായിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കുരിശ് വഴിയും ഒരു കുരിശു ചുമക്കലും വേറെയില്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടിയാണ് കുരിശു വഹിച്ചത്. പിന്നെ തന്റെ ചുറ്റിലുമുള്ളവരെ ശരിക്കും മനസ്സിലാക്കാതെ വെറുപ്പും പകയും മറ്റും മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന കുരിശിന്റെ വഴിയും കുരിശു ചുമക്കലും ക്രൂശിതന്റെ വഴിയല്ല, മറിച്ച് അത് ക്രൂശിച്ചവന്റെ വഴിയാണ്. വളരെ ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവന്റെയും ജീവിത വഴിയാണ് ഈ കുരിശിന്റെ വഴി. ക്രൂശിതനോടൊപ്പം നമുക്കും മുന്നേറാം. നമ്മൾ നടത്തുന്ന കുരിശിന്റെ വഴി ഒരിക്കലും ക്രൂശിക്കുന്നവന്റെ വഴിയാകരുത്.